Praise God. Hallelujah. Greet you all in the marvelous name of our Lord and Savior Jesus Christ. I consider this my great privilege to be in the presence of God. ഈ കൂട്ടായ്മയിൽ നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ചെറിയ കൂട്ടമാണെങ്കിലും ഒരു ഫാമിലിയായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരെയും അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളെന്നോട് കാണിച്ച സ്നേഹത്തിനായിട്ട് വളരെ സന്തോഷം. എനിക്ക് അവസരം നൽകിയ കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ പാസ്റ്ററിനോടും ചർച്ചിനോടുമുള്ള സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ഞാൻ when I start my journey, this short trip, 2 months, I know two families. One from Dallas, Matthew Samuel uncle. Second from John uncle and Jesse auntie in where Seattle. വേറെ ആരും എനിക്കറിയില്ലായിരുന്നു. ഈ 2 ഫാമിലി മാത്രമേ അമേരിക്ക. പക്ഷേ ഇപ്പോൾ ഈ 2 മാസത്തെ യാത്ര കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഒത്തിരി പേര് ഈ 2 മാസം കഴിഞ്ഞ് പോകുമ്പോൾ ഡാലസിൽ ഒത്തിരി പേര്, ഹൂസ്റ്റണിൽ ഒത്തിരി പേര്, ഈ സിയാറ്റിൽ ഒത്തിരി പേര് വ്യക്തിപരമായി പേഴ്സണലി know them and they start to pray for our ministry. Last 2 weeks, last 1 week I was here, Seattle. Pastor and family എന്നെ വീട്ടിൽ കൈക്കൊണ്ടു നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോ ഫാമിലിയും ഒത്തിരി ലീല ആൻറ്റി ഒക്കെ പിന്നെയും ഒരുമിച്ച് കാണാൻ പറ്റി. ജെറി ബ്രദർ അങ്ങനെ എല്ലാ ഫാമിലീസ്, ബാബു ബ്രദർ. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളെ ഒരു 1 day പിക്നിക്കിന് വേണ്ടി കൊണ്ടുപോയി. നമ്മുടെ ജോൺ ബ്രദർ ആൻഡ് സിസ്റ്റർ വിൻസി സിസ്റ്റർ. അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ചു. നന്നായിട്ട് ഞങ്ങൾക്ക് എന്നെ സ്നേഹിച്ച, ഞങ്ങളുടെ ഫിനാൻഷ്യലി ഒക്കെ കഴിഞ്ഞ ദിവസം ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും. കഴിഞ്ഞ ജെസി ആൻറ്റി ആണെങ്കിൽ ഒരാഴ്ചയോളം ലീവ് എടുത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. എല്ലാ ഫാമിലി എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷമുള്ള, എപ്പോഴും ചിരിക്കുന്ന പാസ്റ്റർ. ഇനി പാസ്റ്റർ ഞങ്ങൾ ഫോണിൽ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നേരിട്ട് നല്ലൊരു ബന്ധമാകുവാൻ ദൈവം സഹായിച്ചു. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം ടുഡേസ് യൂത്ത് മീറ്റിംഗ്, so I don't want it to take much time. I will brief some thoughts with you. Okay, Book of Acts chapter 1 verse 8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. But you will receive power when the Holy Spirit comes on you, and you will be the witness for me both in Jerusalem and in all Judea and Samaria and to the utmost part of the earth. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിൽ തുടങ്ങി യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം ക്രിസ്തുവിൻ്റെ സാക്ഷികളായിത്തീരും. കർത്താവ് ഇത് പറയുന്നത്, കർത്താവ് പറഞ്ഞു, ഡോണ്ട് ലീവ് ഫ്രം ദ ജെറുസലേമിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്ത്, ഡോണ്ട് ബി അപ്പാർട്ട് ഫ്രം ദ ജെറുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെ കാത്തിരിക്കണം? ഈ ജെറുസലേമിൽ നിങ്ങൾ കാത്തിരിക്കണം. ഇപ്പം നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഈ കാലഘട്ടത്തിലായിരിക്കുന്ന സമയത്ത് യേശു തമ്പുരാൻ ഈ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ അവർക്ക് ദാനമായി നൽകി. മുമ്പ് തന്നെ ദാനമായി നൽകി, അവരുടെ മേൽ ഊതി. they were filled with the Holy Spirit. അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായിരുന്നു. അവരോട് ആ കാലഘട്ടത്തിൽ തന്നെ അവരോട് വളരെ ശക്തമായി ദൈവവചനവും മർമ്മങ്ങളും കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി യേശു അവരോട് സംസാരിച്ചു. ഏറ്റവും കൂടുതൽ ടീച്ചിങ് കിട്ടിയ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ തിയോളജിയൻ
ഭൂമിയിൽ ഇറങ്ങി വന്ന് ഈ 3.5 വർഷക്കാലവും ശിഷ്യന്മാരെ വളരെ ശക്തമായി എന്ത് ചെയ്യുക, ദൈവവചനം പഠിപ്പിച്ചു. പക്ഷെ അവരത് ഒബേ ചെയ്യാൻ കഴിഞ്ഞു, അവർക്കത് ഫോളോ ചെയ്യാൻ കഴിഞ്ഞു. വിറ്റ്നസ് ആകണമെന്ന് പറഞ്ഞു, വിറ്റ്നസ് ആകാൻ പറഞ്ഞു, കഴിഞ്ഞില്ല. അവരുടെ ലൈഫിനകത്ത് ഈ നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊരു വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാലാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു വ്യക്തിക്കും യേശു രക്ഷകനെന്ന്, വിത്തൗട്ട് ഹോളി സ്പിരിറ്റ് വി കനോട്ട് സേ ജീസസ് ഈസ് അവർ ലോർഡ്. യേശു എന്ന് രക്ഷകനെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് അവൻ്റെ കണ്ണ് തുറന്നിട്ട് അവൻ ഈ യേശുവാണ് രക്ഷകനെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കണം. അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച എല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണ്. ഒരു സ്തോത്രം പറഞ്ഞ് അവർ അന്യഭാഷ പറഞ്ഞാലും ഇല്ലേലും അവരുടെ അകത്ത് എന്തുണ്ട്? ഹോളി സ്പിരിറ്റ് ഉണ്ട്. അന്യഭാഷ പറയുന്നവരുടെ കൂട്ടത്തിൽ വന്നാൽ നിങ്ങൾ അന്യഭാഷ പറഞ്ഞു തുടങ്ങും. അന്യഭാഷ പറയാൻ പറ്റാത്തവരുടെ ഇടത്തിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കാതെ ഊമനായിരിക്കാം. പക്ഷേ ഓർക്കണം, പരിശുദ്ധാത്മാവ് ഈസ് എ പേഴ്സൺ. ആ പേഴ്സൺ നമ്മുടെ ലൈഫിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനൊരു ഭാഷയുണ്ട്, പരിശുദ്ധാത്മാവ് സംസാരിച്ചിരിക്കും. ഒരു സ്വത്രം പറഞ്ഞ് വി കോൾ ടങ്സ് അല്ലേ? നമ്മൾ പരിശുദ്ധാത്മാവ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം. ഒരു സ്വത്രം പറഞ്ഞ് പക്ഷേ നമ്മൾ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാലാണ് നമ്മളെല്ലാവരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഒരു സ്വത്രം പറഞ്ഞ ആണോ ഇല്ലേ? നിങ്ങൾ ആരാധിച്ചാലും ഇല്ലേലും യേശു രക്ഷകനെന്ന് പറയുമ്പോൾ the Holy Spirit is leading us to say Jesus is our Savior. Hallelujah, hallelujah. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൽ ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്, നമ്മൾ വചനം പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ നടക്കണം, നിങ്ങൾ ഇങ്ങനെ പോകണം. ഈവൻ കുഞ്ഞുങ്ങളെ, വിശ്വാസികളെ, മുതിർന്നവരെ എല്ലാം നോക്കി നമ്മൾ പറയണം, നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം. പക്ഷെ നമുക്കത് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ അകത്ത് ആഗ്രഹമില്ലേ? ഉണ്ടോ ഇല്ലേ? നമ്മളൊരു ചെറിയ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ടോ ഇല്ലേ? നമുക്കാണ് ഏറ്റവും അധികം ആഗ്രഹം. കർത്താവിനെ പിൻപറ്റണം, കർത്താവിൻ്റെ ഹിതം ചെയ്യണം, യേശുവിൻ്റെ നല്ല മകനായി നല്ല മകളായി ജീവിക്കണം. ഐ വാണ്ട് ടു ബി എ പെർഫെക്റ്റ് ക്രിസ്ത്യൻ. ഐ വാണ്ട് ടു ബിക്കം എ പെർഫെക്റ്റ് ക്രിസ്ത്യൻ ലൈഫ്. പക്ഷെ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഇത്ര സ്റ്റെപ്പുകൾ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഇത്ര സ്റ്റെപ്പുകൾ, നിങ്ങൾ ആത്മീയമായി വളരുവാൻ ഇത്ര സ്റ്റെപ്പുകൾ, ഇതെല്ലാം നമ്മൾ 12 സ്റ്റെപ്പ്, 8 സ്റ്റെപ്പ്, 4 സ്റ്റോണ്, ഇതെല്ലാം നമ്മൾ പഠിക്കും. പക്ഷേ എന്തില്ല, നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു എരിവുണ്ടാകും. പക്ഷേ നാളെ എന്ത് ചെയ്യുക, ഒരു പ്രതികൂലം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി നമ്മൾ ഡൗൺ ആകുമ്പോൾ ഇതെല്ലാം അങ്ങ് പോകും. ഞാൻ എല്ലാ ദിവസവും ആഗ്രഹിക്കാറുണ്ട് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് പ്രേരണ തരികയാണ് രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ ഏർലി മോർണിംഗ് ആകുമ്പോൾ ഞാനൊന്ന് എഴുന്നേക്കും. പക്ഷേ എന്ത് ചെയ്യുക, എൻ്റെ ബോഡി എന്നെ സമ്മതിക്കുന്നില്ല. എൻ്റെ ബോഡി എന്നോട് ഒരു കുറച്ച് അരമണിക്കൂറുടെ കഴിയട്ടെ, പിന്നെ കണ്ണു തുറക്കുന്നത് 8 മണിക്കാണ്. പ്രവചിക്കല്ലോ ഇല്ലേ? നമുക്ക് ആഗ്രഹമില്ലേ? എല്ലാം മീറ്റിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പാപത്തെ വെറുക്കണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു ക്രിസ്ത്യൻ ലൈഫ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, സാക്ഷിയാകണമെന്ന് ആഗ്രഹമുണ്ട്, പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ എവരി ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യുക, ഫെയിലിയറായി പോവുക. സ്വതന്ത്രം ആണോ ഇല്ലേ? നമ്മുടെ അകത്ത് ഏറ്റവും നമുക്ക് കുറ്റബോധം വരുന്നു, പാപബോധം വരുന്നു, പ്രാർത്ഥിക്കുന്നു, പിന്നെയും യേശുവിനോട് ഏറ്റു പറയുന്നു, കർത്താവേ ഇങ്ങനെയല്ല, ഞാനൊരു ന്യൂ ലൈഫ് ഈ വർഷം മുതൽ, ഈ 2025 മുതൽ ഞാൻ പഴയതുപോലെ ആയിരിക്കില്ല, ഞാൻ പുതിയ വ്യക്തിയായിരിക്കാം എന്നൊക്കെ നമ്മൾ എവറി ഡേ വി ആർ ടേക്കിംഗ് ഡിസിഷൻ, ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ് ഓർ obey his rules.
നമ്മൾ കേട്ടതുപോലെ മെസ്സേജുകൾ ലോകത്തിൽ ആരും കേട്ട് കാണില്ല. ഹിന്ദുക്കൾക്കൊക്കെ വർഷത്തിൽ ഒരിക്കൽ ഒരു മെസ്സേജ്. പക്ഷേ നമ്മൾ എവരി വീക്ക് 3, ഞാൻ തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 5-6 മെസ്സേജ് പറഞ്ഞു ഇല്ലേ. എവരി ഡേ വി ആർ ഗെറ്റിംഗ് മെസ്സേജ്. ബട്ട് തിങ്ക് ദാറ്റ് ആസ് വി ഏബിൾ ടു ഒബേ ഓർ ഫോളോ ഹിസ് സ്റ്റെപ്പ്, കഴിയുന്നില്ല. അതാണ് വാസ്തവം. ഇത് തന്നെയാണ് ശിഷ്യന്മാർക്ക് പറ്റിയത്. ഇവർ കർത്താവിൽ നിന്ന് കേൾക്കാത്ത വചനമില്ല. കർത്താവിൽ നിന്ന് പഠിപ്പിക്കാതെ, നമ്മുടെ പ്രസംഗം പോലെ അല്ല യേശുവിൻ്റെ പ്രസംഗം. കർത്താവിൻ്റെ ചുവടിൽ ഇരുന്ന് സാധാരണക്കാർക്ക് പറഞ്ഞ മെസ്സേജിനേക്കാളും ആഴമായ ഡീപ്പായിട്ടുള്ള കർത്താവേ നിൻ്റെ ഈ ജീവൻ്റെ മൊഴികൾ നിന്നിലല്ലാതെ വേറെ ആരിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പ്രാപിച്ച് നടക്കുമ്പോഴും യേശു കർത്താവിൻ നോക്കിയേ, ഇതേ ഗ്രൂപ്പ് യേശുവിനെ തള്ളിപ്പറയുവാണ്. ഇതേ ഗ്രൂപ്പ് യേശുവിനെ വിട്ടുപോവുകയാണ്. യേശു ക്രൂശിൽ കയറുമ്പോൾ കൂടെ ആരുമില്ല. ചത്താലും ഞാൻ നിന്നെ വിട്ടുപിരികയില്ല എന്ന് പറഞ്ഞ് ഡിസിഷൻ എടുത്ത പത്രോസ് തന്നെ ആദ്യം ഒരു സ്ത്രീയുടെ മുമ്പിൽ തള്ളിപ്പറയുകയാണ്, പെൺകുട്ടിയുടെ മുമ്പിൽ തള്ളിപ്പറയുകയാണ്. അവിടെ ഉണ്ടായിരുന്നവരുടെ മുമ്പിൽ പറയും അവനെ എനിക്ക് അറിയില്ല എന്നൊക്കെ ഒരു ശാപമൊക്കെ പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുക. അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരല്ലേ? ആണ്. ഒരു സ്തോത്രം പറഞ്ഞേ. അവരുടെ അകത്ത് ആത്മാവ് ചലിക്കുന്നുണ്ട്, കുറ്റബോധമുണ്ട്, ബലഹീനതകളുണ്ട്. പക്ഷേ അവർക്കത് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല, പിന്തുടരാൻ കഴിയുന്നില്ല, കർത്താവിനെ പിൻപറ്റാൻ കഴിയുന്നില്ല. ഈ പിന്മാറിപ്പോയതിനെല്ലാം തേടി യേശു ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം എന്ത് ചെയ്യുക? ഒന്ന് എമ്മസിലേക്ക് ചെന്നപ്പോൾ 2 അങ്ങനെ പോവുക. അതിനെ പോയി പിടിച്ചുകൊണ്ട് വന്നു. പിന്നെ അടുത്ത ഗലീലയിലേക്ക് ചെന്നപ്പോൾ പത്രോസ് പറഞ്ഞ, നമ്മൾ വിചാരിക്കും പത്രോസ് മാത്രമാണ് പിന്മാറിപ്പോയത്. പത്രോസ് പോകുന്ന പോക്കിൽ ഒരു കൂട്ടത്തെയും കൂടെ പിൻമാറ്റിക്കൊണ്ടാണ് പോയത്. അറിയോ ഇല്ലേന്നറിയില്ല. സ്തോത്രം. ചിലരങ്ങനെയാണ്, ചർച്ച വിട്ടു പോയി കഴിഞ്ഞാൽ ആ ചർച്ചിനെ നശിപ്പിച്ചിട്ട് പോകുന്ന ടീമുകളാണ്. സ്തോത്രം. അവരങ്ങ് പോവും. പത്രോസ് ഓടിച്ചെന്നിട്ട് ഞാൻ മീൻ പിടിക്കാൻ പോവാ, വേണമെങ്കിൽ വാ. മറ്റവർ കർത്താവ് ചിലപ്പം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, മുമ്പിൽ നിന്നവൻ പറയുക ഞാൻ മീൻ പിടിപ്പിക്കാൻ വേണമെങ്കിൽ വാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടെ പോയെന്നാണ്. നിങ്ങൾ ഓർക്കണം, പത്രോസ് മാത്രമല്ല, ഒറ്റയ്ക്കല്ല പോയത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ മീൻ പിടിക്കാൻ തിരിച്ചു പോയവരാണ്. സ്തോത്രം. നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ പത്രോസിനെ മാത്രമേ പറയൂ. അപ്പോൾ ഈ ടീമിനെ എല്ലാം ചെന്ന്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, കർത്താവ് അവരുടെ അടുക്കൽ ചെന്ന് പ്രാതലൊരുക്കി, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു, എന്നോടൊന്ന് ക്ഷമിക്കണമെന്ന് കർത്താവ് അങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? പ്രാതലൊക്കെ ഒരുക്കി കർത്താവ് തിരികെ പിടിച്ചുകൊണ്ട് വന്ന ഈ ടീമിനോട് യേശു പറഞ്ഞു, ഇവരോടാ പറഞ്ഞേ, എന്തു പറഞ്ഞേ? നിങ്ങൾ ജെറുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. നിങ്ങൾ ജെറുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പ്രോമിസിനായി നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കണം. എന്നാൽ എന്തുവരും? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം ഞാൻ യേശു ക്രിസ്തു വിളിച്ച് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, എൻ്റെ കാർണൽ മനുഷ്യനായ ജഡമനുഷ്യനും എന്നിലുണ്ട്. അപ്പോൾ എൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോട് പറയും, മോനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന, ഇങ്ങനെ നടക്ക്, നീ അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, രാവിലെ എഴുന്നേറ്റ് വചനം വായിക്കണം, ഇതൊക്കെ പറയുമെങ്കിലും എൻ്റെ ജഡം എന്ത് ചെയ്യുന്നു? ഇതിനെ അങ്ങ് എന്ത് ചെയ്യുക? അനുസരിക്കാതെ. കാരണം ഇതിനകത്തിരുന്ന്, പക്ഷേ എൻ്റെ മുമ്പേ പോകുന്നതാരാ? എൻ്റെ ജഡം മുമ്പേ പോകുന്നു, പുറകെ നിന്ന് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുക? ഉപദേശിക്കുകയാണ്, ചെയ്യരുതേ, അങ്ങനെ പോകരുതേ, ഇങ്ങനെ പോകുന്നേ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? എൻ്റെ ജഡം ചീർത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അതിനെ അനുസരിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇന്നുവരെയുള്ള പത്രോസിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ലൈഫെങ്കിൽ, അതാണ് അവർ പിന്മാറ്റത്തിലേക്ക് ചലിപ്പിച്ചുവെങ്കിൽ, യേശു പറഞ്ഞു, ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇനി നിങ്ങളുടെ മേൽ എന്ത് വരും? പരിശുദ്ധ മേലിൽ വരുന്ന ഈസ് എ പേഴ്സൺ നമ്മുടെ അകത്തുണ്ട്, അകത്ത് വ്യക്തിയുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയാണ് നമ്മുടെ അകത്തുള്ളത്. പക്ഷെ ഇപ്പോൾ വ്യക്തിക്ക് എന്തില്ല? വ്യക്തിയുടെ കാലും ശക്തി ആർക്കാ? ജഡത്തിന്. പക്ഷേ കർത്താവ് പറഞ്ഞു, ഇനി നിന്റെ മേൽ ശക്തി വരും, പരിശുദ്ധാത്മാവിൻ്റെ
ശക്തി വരും. ശക്തി വരുമ്പോൾ നിന്റെ ജഡം അങ്ങോട്ട് കുറഞ്ഞിട്ട് പരിശുദ്ധാത്മാവെന്ന ശക്തി നിന്നെ ചലിപ്പിച്ചു തുടങ്ങും. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എത്ര പേർക്ക് പിടികിട്ടിയെന്നറിയില്ല. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ഇവരോട് കാത്തിരിക്കാൻ പറയുക. ഇവരിങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് എന്ത് ചെയ്തേ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരുടെ മേൽ വരുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അപ്പോൾ അകത്തിരുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? ഇതുവരെ സൈലൻ്റായി മോനെ അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ മേലങ്ങോട്ട് ശക്തി വന്നപ്പോൾ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് ഈ വ്യക്തികളെ അങ്ങോട്ട് കയ്യിലെടുത്തു. ഒരു സ്തോത്രം പറഞ്ഞേ. ഈ വ്യക്തികളെ പരിശുദ്ധാത്മാവ് കയ്യിലെടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞ, ഒരു സമയത്ത് നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിൽ നടക്കുന്നൊരു സമയമുണ്ട്, പക്ഷേ നിന്നെ അവൻ ചലിപ്പിക്കുന്ന ഒരു സമയം നിന്റെ ലൈഫിൽ വരും. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. He will control you, not your human person control your life, but the power of Holy Spirit will take control of your life. പരിശുദ്ധാത്മാവെന്ന വ്യക്തി ആ ശക്തി പ്രാപിച്ചിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞേ, ഇനി നിങ്ങൾ ബലഹീനനായ അനുഭവത്തിലല്ല, നിങ്ങളുടെ മേൽ ശക്തി വരുമ്പോൾ നിങ്ങളുടെ കൈകളെ അവൻ ശക്തീകരിക്കും, നിങ്ങളുടെ ശരീരത്തെ അവൻ ശക്തീകരിക്കും, നിങ്ങളുടെ മൈൻഡിനെ അവൻ ശക്തീകരിക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആ ബലഹീനരായ 120 പേരുടെ മേൽ ഈ ശക്തി അങ്ങോട്ട് വെളിപ്പെട്ടപ്പോൾ അവർ ശക്തി ലഭിച്ചിട്ട്, ഓ സ്തോത്രം. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോഴുണ്ടല്ലോ, ജീസസ് സെഡ് ഡോണ്ട് ബി അവേ ഫ്രം ജെറുസലേം. എന്തുകൊണ്ടാണ് ജെറുസലേമിൽ നിന്ന് വാങ്ങിപ്പോകരുതെന്ന് പറഞ്ഞേ? എന്തുകൊണ്ടാണ് ജെറുസലേമിൽ നിന്ന് വാങ്ങിപ്പോകരുതെന്ന് പറഞ്ഞത്? ഈ ശിഷ്യന്മാർ യേശുവിനെ തള്ളിപ്പറഞ്ഞതും വിട്ടുപോയതും കർത്താവിന് അല്ല, ഇവന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞത് ജെറുസലേമില. പിടികിട്ടിയൊന്നറിയില്ല. കർത്താവിനെ ക്രൂശിക്കാൻ പോകുമ്പോൾ ആ ജെറുസലേമിലാണ് പത്രോസും ശിഷ്യന്മാരും എന്ത് ചെയ്തേ? യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ഓടിപ്പോയത്. പക്ഷെ കർത്താവ് തൻ്റെ ശക്തി പകരുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ എവിടെ തുടങ്ങാൻ പോവുകയാണ്? നിങ്ങൾ എവിടെ പരാജയപ്പെട്ടുവോ, എവിടെ നിങ്ങൾ ബലഹീനപ്പെട്ടുവോ, എവിടെ നിങ്ങൾ തകർക്കപ്പെട്ടുവോ, എവിടെ നിങ്ങൾ യേശുവിനെ വിട്ടിട്ടോടിയോ, അതേ ഇടത്ത് എവിടെ പരാജയപ്പെട്ടോ, ദ സെയിം പ്ലേസ് യു വിൽ ബി ഗോയിങ് ടു വിറ്റ്നസ് മീ. ഒരു സ്തോത്രം പറഞ്ഞേ. അവിടെ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ഫ്രം ദെയർ, എവിടെ നിങ്ങൾ ഫെയിലിയറായോ, എവിടെ നിങ്ങൾ പരാജയപ്പെട്ടോ, എവിടെ നിങ്ങൾ നിന്ദിക്കപ്പെട്ടോ, അവിടെ നിന്ന് ചിലത് ആരംഭിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതാ ദൈവം സകലതും അത് കണക്കുകൂട്ടി വെച്ചിരിക്കുന്ന ദൈവമാണ്. പത്രോസേ, നീ ഒരു സ്ത്രീയുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ എൻ്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ നീ 3000 സ്നാനപ്പെടുത്താൻ പോകുന്ന ജെറുസലേമിൽ നീ സ്നാനപ്പെടുത്താൻ പോവുകയാണ്. 3000 നിന്റെ വാക്കിനാൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് പുറത്തു വരാൻ പോകുകയാണ്. നീ നിൽക്കാൻ പോകുന്നത് ഒരു സ്ത്രീയുടെ മുമ്പിൽ പരാജയപ്പെട്ട നിന്നെ 3000ന്റെ മുമ്പിൽ ഞാൻ നിർത്താൻ പോകുകയാണ്. ഓ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പദ്ധതി. നിന്നെ പിശാച് എവിടെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുമോ അവിടെ ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ പകർന്നു തന്ന്, നിന്നെ എവിടെ ആൾക്കാർ കുറ്റപ്പെടുത്തുമോ, നിന്ദിക്കുമോ, നിന്നെ കൊണ്ട് കൊള്ളില്ല എന്ന് നീ ബലഹീനനെന്ന് പറയുമോ, അതിന് നിന്നെ യോഗ്യതയില്ല എന്ന് തള്ളിക്കളയുമോ, അതേ ഇടത്ത് സ്വർഗത്തിൻ്റെ ദൈവം നിന്നെ ലിഫ്റ്റപ്പ് ചെയ്ത് അവൻ്റെ ശക്തി നിൻ്റെ മേൽ പകർന്ന്, അവൻ്റെ കൃപ നിൻ്റെ മേൽ പകർന്ന്, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിൻ്റെ മേൽ പകർന്ന്, സ്വർഗത്തിലെ ദൈവം അതേ സ്ഥലത്ത് നിന്നെ ഉയർത്തുവാൻ ശക്തൻ. വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം പറഞ്ഞേ. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നാരേനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം പറയും, ആ സ്ഥലത്ത് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്നെ കൊണ്ട് അതിനെ തിരികെ പിടിക്കുവാൻ ഈ ദൈവം ശക്തനാണ്. ഓ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം.
അതാ ഞങ്ങളെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങളുടെ ദേശത്തിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ ബന്ധുക്കളും ചാർച്ചക്കാരും ഇവർ ശാപം നിറഞ്ഞവരെന്നും ഇവർ ഞങ്ങളുടെ ബന്ധുക്കളല്ലെന്നും ഇവർ എൻ്റെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നും ഞങ്ങളുടെ അവിടെ ഭവനങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ പോലും ഇവർ ശാപം നിറഞ്ഞവരെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തിയ ഏത് പട്ടണത്തിലാണോ അതേ പട്ടണത്തിൽ അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടി ശക്തിയെ അവൻ ഞങ്ങളുടെ മേൽ പകർന്നു തന്ന് ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുവാൻ സ്വർഗം ഇടയാക്കുന്നുവെങ്കിൽ ആത്മാവിൽ എനിക്ക് പ്രവചിക്കുവാൻ കഴിയും. എവിടെയൊക്കെയോ നിന്റെ തല കുനിഞ്ഞുവോ, എവിടെയെങ്കിലും നീ ബലഹീനപ്പെട്ടു പോയോ, ഏതെങ്കിലും പാപത്തിൻ്റെ മുമ്പിൽ നീ വീണുപോയോ, അതേ ഇടത്ത് നിന്നെ ജയകരമായി നടത്തുവാൻ, നിന്നെ ജയാളിയാക്കി മാറ്റുവാൻ, നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം വചനം പറയുന്നു, ഞാൻ സകലത്തിനും അല്ലെങ്കിൽ മതിയായവൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ആത്മനിറവിലൊന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ. ഏതൊക്കെയോ പരാജയപ്പെട്ട മേഖലകളിൽ ദൈവത്തിൻ്റെ അദൃശ്യ കരം നിനക്ക് വേണ്ടി ചലിക്കുവാൻ പോകുകയാണ്. നീ ഇന്ന് തള്ളിക്കളഞ്ഞ ഇടങ്ങളിൽ അല്ലെങ്കിൽ അവൻ്റെ വചനം, അവൻ്റെ ശക്തി, അല്ലെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. അല്ലെങ്കിൽ അവൻ്റെ കൃപയാൽ, എൻ്റെ ദൈവത്താൽ സകലതും സാധ്യം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ജെറുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ, എവിടെ പരാജയപ്പെട്ടോ അവിടെ നിന്ന് തുടങ്ങാം, അവിടെ നിന്ന് തുടങ്ങാം. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അവിടെ നിന്ന് തുടങ്ങുക, അവിടെ നിന്ന് ആരംഭിക്കുക. ഹല്ലേലൂയ. ഈ 120 പേർ ഇതിനകത്ത് ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പുറത്ത് യേശുവിൻ്റെ കൂട്ടാളികൾ എന്ന് പറഞ്ഞാൽ കൊന്നുകളയും. ഹല്ലേലൂയ. യേശുവിനെ കൊന്നതുപോലെ അവൻ്റെ കൂടെയുള്ളവരെ കൊല്ലാൻ നിൽക്കുക. പക്ഷേ ആത്മാവിൻ്റെ ശക്തി അവിടെ മേൽ വന്നപ്പോൾ അവർക്ക് മരണം ഒരു വിഷയമല്ല, അല്ല ലോകം ഒരു വിഷയമല്ല, പ്രതികൂലം ഒരു വിഷയമല്ല. അവർ എഴുന്നേറ്റ് പ്രസംഗിക്കുവാൻ തുടങ്ങി. അവർ എഴുന്നേറ്റ് പ്രസംഗിക്കുവാൻ തുടങ്ങി. അവർ ദൈവത്തിൻ്റെ വചനം അതിശക്തമായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പോൾ അല്ലെങ്കിൽ ചലിക്കുന്നത് പത്രോസ് അല്ല ചലിക്കുന്നത്. പത്രോസിന്റെ അകത്തിരുന്ന വ്യക്തി പത്രോസിനെ ഏറ്റെടുത്തു. അല്ലെങ്കിൽ പത്രോസ് ബലഹീനനാ, അവൻ എടുത്തുചാട്ടക്കാരനാ, മുൻകോപിയാ. പക്ഷെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പത്രോസ് അല്ല. പത്രോസിന്റെ ജഡത്തെക്കാൾ ഉപരി പത്രോസിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി പത്രോസിനെ ഏറ്റെടുത്തിരിക്കുക. ഇപ്പോൾ പത്രോസ് അല്ല സംസാരിക്കുന്നത്, പത്രോസിന്റെ നാവിനെ ഏറ്റെടുത്ത ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. അതുകൊണ്ടാണ് പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ വായ് തുറന്ന് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആത്മാവിന്റെ ശക്തി ആ ഹോളിനകത്ത് വ്യാപരിച്ച് ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു. പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ അവിടെ കൂടിയിരുന്നവർ പറഞ്ഞു, ഇവൻ മുക്കുവരല്ലയോ, ഇവൻ ഈ ജ്ഞാനമെന്ത്? കാരണം ഇപ്പോൾ പത്രോസ് അല്ല പറയുന്നത്, പത്രോസിന്റെ നാവിനെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ആരുമായിക്കൊള്ളട്ടെ, ബലഹീനനായിക്കൊള്ളട്ടെ, കുറവുള്ളവനായിക്കൊള്ളട്ടെ, ഈ ഇരട്ടി ശക്തി നിന്റെ മേൽ വന്നാൽ ഈ സ്വർഗം നിന്നെ അതിശയകരമായി, അത്ഭുതകരമായി, അല്ലെങ്കിൽ അസാധാരണമായി, സൂപ്പർ നാച്ചുറൽ തലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിന്നെയും ഉപയോഗിക്കുവാൻ കഴിയും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതിനാ ഇരട്ടി ശക്തി. നമ്മൾ എന്നേലും പ്രാപിച്ച അഭിഷേകവുമായിട്ടിരിക്കുവാനല്ല സ്വർഗം നമ്മളെ ആഗ്രഹിച്ചിരിക്കുന്നേ. നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ജ്വലിച്ചു നിൽക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നമ്മളെ ചലിപ്പിച്ചു തുടങ്ങണം. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലഹീനപ്പെട്ടു പോകാനല്ല. ഹല്ലേലൂയ. അവനെ ഹല്ലേലൂയ ഏതു സമയവും ആത്മാവിൽ ഹല്ലേലൂയ ശക്തിപ്പെടുന്ന ഒരു ദൈവപൈതനെ സംബന്ധിച്ച് പിന്നെ അവനല്ല ജലിക്കുന്നത്. ഹല്ലേലൂയ. അവൻ പറയില്ല എനിക്ക് അയ്യോ പാപത്തെ ജയിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയല്ല. അവൻ പറയും, എന്നെ ഹല്ലേലൂയ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഓ ഹല്ലേലൂയ. പിന്നെ ഞാനല്ല, സ്ട്രഗിൾ നിറഞ്ഞ ക്രിസ്തീയ ജീവിതമല്ല. നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പോരാടുക. അവിടെ അകത്തിരിക്കുന്ന ആത്മാവ് നമ്മെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കും. പക്ഷേ നമ്മുടെ മേൽ വരുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നമ്മളെ അതിനകത്ത് നടക്കാൻ, ആ വചനം പൂർത്തീകരിപ്പാൻ, കർത്താവ് എന്ത് ആഗ്രഹിച്ചു അത് ചെയ്യാൻ നമ്മെ ഉത്സാഹിപ്പിക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ക്രിസ്തീയ ജീവിതം നയിച്ചും പോകാം, ക്രിസ്തു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചിലത് പ്രവർത്തിച്ചും പോകാം. ഒരു സ്തോത്രം മനസ്സിലാവുന്നുണ്ടോ? ഈ ദൈവിക അഭിഷേകം ഉണ്ട്, എനിക്ക് അഭിഷേകമുണ്ട്, അന്യഭാഷയുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുന്നവർക്ക്
അവരുടെ ലൈഫിൽ അവരെന്നും ഇതിനോട് പോരാടി 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 പോകും. പക്ഷെ ഇരട്ടി അഭിഷേകം പ്രാപിക്കുന്നവർ അതിന് പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിൽ ആഞ്ഞും കൊണ്ട് ലാക്കിലേക്ക് ഓടും. അവനെ വിളിച്ച വിളിയെ പൂർത്തീകരിക്കാനോടും, അവൻ്റെ മേൽ ദൈവമിട്ട ദൗത്യത്തെ കംപ്ലീറ്റ് ചെയ്യാനോടും. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ അവൻ അവൻ്റെ ലൈഫിനോട് പോരാടുകയല്ല, പൈശാചിക മണ്ഡലങ്ങളോട് പോരാടുന്ന, ലോകത്തിൻ്റെ സ്വാധീനങ്ങളോട് പോരാടുന്ന, ബന്ധനങ്ങളെ പൊട്ടിക്കുന്ന, കെട്ടുകളെ പൊട്ടിക്കുന്ന അഭിഷേകത്തിൽ അവൻ ചലിച്ചു തുടങ്ങും. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പത്രോസ് ഇങ്ങനെ നടക്കുക, പത്രോസിൻ്റെ നിഴലടിച്ച രോഗികൾ സൗഖ്യമാകും. ഞാൻ പറയും അത് പത്രോസിൻ്റെ നിഴലല്ല. ഹല്ലേലൂയ, പത്രോസ് നടക്കുക. പണ്ട് പത്രോസിൻ്റെ നിഴലടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ പത്രോസിൽ വ്യാപരിച്ച ഇരട്ടി അഭിഷേകത്തിൻ്റെ ശക്തി ഇപ്പോൾ അടിക്കുന്ന നിഴൽ പത്രോസിൻ്റെ അല്ല, പത്രോസിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ നിഴലടിച്ച് രോഗികൾ സൗഖ്യമാകും. ഓ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നിന്നിലൂടെ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും, നിന്നിലൂടെ വിടുതലുകൾ നടക്കാൻ തുടങ്ങും. നീ പ്രാർത്ഥിച്ചാൽ ചിലത് സംഭവിക്കും, നീ പ്രാർത്ഥിച്ചാൽ ചിലത് ചലിച്ചു തുടങ്ങും. കാരണം ഇപ്പോൾ നീയല്ല ചെയ്യുന്നത്, ബലഹീനനായ നിന്നെ ബലവാനാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിന്നെ ചലിപ്പിച്ചു തുടങ്ങുകയാണ്. ഓ ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എടാ, ഈ പേഴ്സിക്യൂഷൻ വർദ്ധിച്ചു വരുമ്പോഴെല്ലാം സഭ ചെയ്തത്, ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തന്നെ കാണാം, അവർ പിന്നെയും ഇരുന്നു, അവർ പിന്നെയും ദൈവസന്നിധിയിലിരുന്നു. ഇരുന്നവർ ഹല്ലേലൂയ, ആ ശക്തി ഇറങ്ങി വന്നു. അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി, അവിടെ ഒരു ഭൂകമ്പം പോലെ ഉണ്ടായി. അവർ അതിൻ്റെ ഇരട്ടി ശക്തിയോടെ വീടാന്തരം കയറി ഇറങ്ങി കർത്താവിനെ പ്രസ്താവിപ്പാൻ തുടങ്ങി. ഒരു സ്തോത്രം പറഞ്ഞേ. എൻ്റെ സഭയിൽ ഇത്രയും പേരുള്ള സഭയ്ക്കകത്ത് വിഷയങ്ങളില്ലാതെ ലീഡേഴ്സുമാർ തമ്മിൽ പ്രശ്നങ്ങൾ വരാം, ആൾക്കാർ തമ്മിൽ ഇഷ്യൂസ് വരാം. പക്ഷെ ഞാൻ ഇതൊന്നും മാനുഷികമായി ഞാൻ ഡീൽ ചെയ്യാറില്ല. ഏത് വിഷയം വന്നാലും, ഏത് കേട്ട് കഴിഞ്ഞാലും ഞാൻ അന്ന് പ്രതികരിക്കാറില്ല. ഞാൻ ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവേ, എനിക്ക് തോന്നുന്നു അഭിഷേകത്തിന് കുറവ് പറ്റിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ എവിടെയോ ആ അഭിഷേകം ലീക്കായിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആരും കുറ്റപ്പെടുത്താൻ നിൽക്കുകയല്ല. ഞാനിരിക്കും ദൈവസന്നിധി, ഞാൻ ദൈവസന്നിധിയിലിരിക്കും. ഞാൻ പറയും, ഇങ്ങനെ ഒരു ഇഷ്യൂസ് സഭയ്ക്കകത്ത് വന്നെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് എനിക്കാണ്, എൻ്റെ പ്രശ്നമാണ്, എൻ്റെ അകത്തെ അഭിഷേകത്തിൻ്റെ കുറവാണ് ആ പ്രശ്നത്തിന് കാരണം. ഞാൻ ദൈവസന്നിധിയിലിരിക്കും. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം. ഹല്ലേലൂയ. അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ മൈക്കെടുത്ത് കുറ്റം പറയാൻ നിൽക്കുകയല്ല, മൈക്കെടുത്ത് പരിശുദ്ധാത്മാവേ, ഇത് പോരാ, എൻ്റെ ചർച്ചിൽ ഈ അഭിഷേകം പോരാ, എൻ്റെ കുടുംബങ്ങളുടെ മേൽ ഈ അഭിഷേകം പോരാ, എൻ്റെ ലീഡേഴ്സിൻ്റെ മേൽ ഈ അഭിഷേകം പോരാ, ഞങ്ങൾക്ക് ഇരട്ടി ശക്തി വേണം, ഇരട്ടി ശക്തി വേണം. ഓ ഹല്ലേലൂയ. അന്ന് ഞാൻ മെസ്സേജ് കുറയ്ക്കും, അന്ന് ആരാധന കൂട്ടും, അന്ന് ആത്മാവിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തിനായി വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ യൗവനക്കാരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും, ലീഡേഴ്സിൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന അങ്ങോട്ട് കഴിയുമ്പോഴുണ്ടല്ലോ, പ്രശ്നക്കാർ വാവിട്ട് നിലവിളിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവർ വന്ന് പറയും, ഞങ്ങളുടെ തെറ്റാ പാസ്റ്ററേ, ഞങ്ങളുടെ കുറവാ, ഞങ്ങൾക്ക് തെറ്റിപ്പോയി. അവർ പരസ്പരം ക്ഷമ ചോദിക്കുന്നത് കാണാൻ കഴിയും. കാരണം എന്താണെന്നറിയോ? എൻ്റെ ബുദ്ധിക്ക് ഈ വിഷയത്തെ പരിഹരിക്കാൻ കഴിയില്ല, പക്ഷെ എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് ഏത് പ്രതികൂലത്തെയും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയും. എൻ്റെ വീട്ടിനകത്തൊരു വിഷയമാണോ? ഹല്ലേലൂയ. ആരും കുറ്റം പറയാൻ നിൽക്കണ്ട. നീ മുട്ടിന്മേലിരിക്ക്, നീ ചോദിക്ക്, കർത്താവേ, ഇത് പോരാ, എൻ്റെ അഭിഷേകത്തിന് എവിടെയോ കുറവ് വന്നിട്ടുണ്ട്, നിന്റെ ശക്തിക്ക് എവിടെയോ കുറവ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാ പിശാചിന്റെ വീട്ടിനകത്ത് ഭിന്നത ഉണ്ടാക്കുന്നത്, എൻ്റെ വീട്ടിനകത്ത് വിഷയമുണ്ടാക്കുന്നത്. ഞാനിരിക്കുക, കർത്താവേ, എൻ്റെ വീട്ടിനകത്ത് നീ ഇറങ്ങി വന്ന് എൻ്റെ ഭവനത്തിൻ്റെ വിഷയത്തെ നീ പരിഹരിക്കണം. ഒരു സമയത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളായിട്ടൊക്കെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയങ്ങളിൽ ഹല്ലേലൂയ, മീറ്റിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി ഈ കുഞ്ഞുങ്ങളെ തൂക്കിയെടുത്തുകൊണ്ട് ആശുപത്രിയിൽ ഓടുക. ഹല്ലേലൂയ. ഇവരെ രാത്രി 12 മണി 1 മണിക്ക് വരുന്നത് ആ സമയത്താണ്. വരുമ്പോൾ പറയും, ഇവിടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അസുഖമായിട്ട് ഇരിക്കുന്നു, ആ രാത്രി കാത്തിരിക്കുക. ഞാൻ ഓടി ഇവരെയും കൊണ്ട് ആശുപത്രിയിൽ ഓടുവായിരുന്നു.
ഒരിക്കലും പരിശുദ്ധ അമ്മ പറഞ്ഞു, നീ ഓടുകയല്ല, നീ എൻ്റെ സന്നിധിയിൽ ഇരിക്കുക, നീ എൻ്റെ സന്നിധിയിൽ ഇരിക്കുക, നീ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് ഓടണ്ട, നീ എൻ്റെ സന്നിധിയിൽ ഇരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ എനിക്കറിയാം, അല്ലെങ്കിൽ വീട്ടിനകത്ത് അഭിഷേകത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങും, ഇരട്ടി അഭിഷേകം ചോദിക്കും. അല്ലെങ്കിൽ ഇരട്ടി അഭിഷേകം ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം, അല്ലെങ്കിൽ അവിടെ പനി നോർമലാകും, അസുഖം നോർമലാകും, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് ഓടുന്നതിന് പകരം അവർ സുഖമായി കിടന്നുറങ്ങുന്നത് കാണാൻ കഴിയും. ഇതൊക്കെ ഞങ്ങൾ വ്യക്തിപരമായി അനുഭവിച്ച വിഷയമാണ്. എടാ, നിന്റെ വീട്ടിനകത്ത് ചെറിയ വിഷയം ആരംഭിക്കുമ്പോഴേ അല്ലെങ്കിൽ നീ മുട്ടുമേലിരുന്ന് നോക്ക്, പ്രാർത്ഥിക്കുക. ആരെയും കുറ്റം പറയാം, ഭർത്താവിനെ കുറ്റം പറയാം, ഭാര്യയെ കുറ്റം പറയാതെ മാറിയിരുന്നു ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിമിഷങ്ങൾക്കകത്ത് നിന്റെ ഭവനത്തെ നിയന്ത്രിക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം വീട്ടിനകത്ത് ഇറങ്ങി വരും, കുടുംബത്തിനകത്ത് ഇറങ്ങി വരും, തലമുറകളുടെ മേൽ ഇറങ്ങി വരും, അല്ലെങ്കിൽ നിന്റെ ഭവനത്തിൻ്റെ അകത്ത് ഇറങ്ങി വരും. അല്ലെങ്കിൽ അവൻ പറയും, നീ അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തോ, ഞാൻ റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഐ വിൽ സോൾവ് ഇറ്റ്, ഞാൻ അതിനെ പരിഹരിച്ചോളാം, നീ ഉറങ്ങിക്കൂ എന്ന് പറയും. ഹല്ലേലൂയ. എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. സഭയ്ക്ക് വിരുദ്ധമായി പ്രതികൂലം വന്നപ്പോൾ അവർ നെട്ടോട്ടം ഓടുകയല്ല, അവർ ഒരുമിച്ച് കൂടി, ഒരുമിച്ച് ദൈവസന്നിധിയിലിരുന്നു, അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചു, അയ്യോ കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്ക് വിരുദ്ധമായി പീഡനം വർദ്ധിക്കുന്നു, അവർ ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം പറയുന്നു, അവിടെ ഇടയിൽ ശക്തി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അവർ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, വീടാന്തരം കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞു. അടുത്ത ഭാഗം വായിക്കുന്നത് 5000-ഓളം പേർ അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരായി മാറി. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, പ്രതികൂലങ്ങളുടെ മുമ്പിൽ നീ മുട്ടുമടക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് മുട്ടുമടക്കിയാൽ, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുന്ന ഡബിൾ പോർഷൻ ഓഫ് സ്പിരിറ്റ്, ഇരട്ടി അഭിഷേകത്തെ, അതിനെ പിശാചിന്റെ ശക്തിയെ അതിജീവിക്കുന്ന ഇരട്ടി ശക്തിയെ സ്വർഗം നമ്മുടെ മേൽ ഇട്ടുതരും. എന്നിട്ട് കർത്താവ് എഴുന്നേറ്റ് പോരാടുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. യേശു ആഗ്രഹിച്ചതാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിൽ വ്യാപരിച്ച യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും. ഞാൻ പഴയ നിയമത്തിനകത്തൊരു ഭാഗം ഞാൻ ഇതിനോട് കോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, നിർത്തുവാൻ പോകുക. എലിയാവിൻ്റെ പിൻപറ്റുന്ന അല്ലെങ്കിൽ എലീശയെ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഏലിയാവിൽ നിന്ന് കൃപാവരങ്ങൾ മുഴുവൻ എലീശയ്ക്കുണ്ട്, പ്രവാചകനാണ്. പക്ഷെ എലീശ ഒരു വാക്ക് കേട്ടു, തൻ്റെ നാഥൻ, തൻ്റെ മാസ്റ്റർ എടുക്കപ്പെടുവാൻ പോകുകയാണ്. ബാക്കി എല്ലാ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ഒത്തിരി ശിഷ്യന്മാർ, 50-ലധികം ശിഷ്യന്മാരുണ്ട്, അവർക്ക് പ്രൊഫറ്റിക്കൽ ക്ലാസ് ഉണ്ട്, ഇവർക്ക് നന്നായി പ്രവചിക്കാൻ അറിയാം. ഏലിയാവിൽ നിന്ന് കിട്ടിയ എല്ലാ കൃപാവരങ്ങളും എലീശയ്ക്കുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് ശിഷ്യന്മാർക്ക് എല്ലാവർക്കും പകർത്തു കൊടുത്തിട്ടാണ് ഏലിയാവ് എടുക്കപ്പെടാൻ പോകുന്നത്. പക്ഷെ ഒരു ശിഷ്യൻ പറഞ്ഞു, ഒരു ശിഷ്യൻ കേട്ടു, ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ പോവാ. എലീശ എന്ത് ചെയ്തു? എലീശ പിൻപറ്റുകയാണ്. മറ്റവർ പറഞ്ഞു, മതി, പുള്ളി പോവുമല്ലേ, പൊയ്ക്കോട്ടെ, നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ, നമുക്ക് കിട്ടാനുള്ള കൃപാവരം കിട്ടിയില്ലേ, നമുക്ക് പ്രവചിക്കാൻ അറിയാലോ, നമുക്ക് ദൂത് പറയാൻ അറിയാലോ, മതി. പക്ഷെ എലീശ പറഞ്ഞു, പോരാ, ഏലിയാവിനെ ഉയർത്തുന്ന ആ ഇരട്ടി ശക്തി, ഏലിയാവിനെ ഹല്ലേലൂയ എടുക്കുന്ന ആ ഇരട്ടി ശക്തി പിടികിട്ടിയൊന്നും എനിക്കറിയില്ല. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്നത് ഈ ലെവലിലാണ്. നമുക്ക് കിട്ടിയ നന്മ, നമുക്ക് കിട്ടിയ അനുഗ്രഹം, നമുക്ക് കിട്ടിയ അഭിഷേകം, എനിക്ക് ചലിക്കാൻ ഇത് മതി. പക്ഷെ എലീശ പറഞ്ഞു, അതുപോരാ, അവനിൽ വ്യാപരിക്കുന്ന ഇരട്ടി ശക്തി അളവ് പ്രാപിച്ചോളം ഞാൻ അവനെ പിൻപറ്റും. ഒന്ന് ഞാൻ പറയാം, ഹല്ലേലൂയ, ഈ ഇരട്ടി ശക്തി നമ്മുടെ മേലുണ്ടെങ്കിലേ നമ്മൾ ഉയർക്കപ്പെടും, നമ്മൾ എടുക്കപ്പെടും. ഈ ലോകത്തിൽ ജീവിക്കാൻ ഈ തട്ടിമുട്ടി പോയാൽ മതി. നമ്മൾ ഉയർക്കപ്പെടണമെങ്കിൽ, ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കണമെങ്കിൽ നമുക്ക് ഈ അഭിഷേകം പോരാ. നമ്മിൽ വ്യാപരിക്കുന്ന ഇരട്ടി ശക്തിക്ക് മാത്രമേ നമ്മെ ഉയർപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് യേശു പറഞ്ഞേ, ഹല്ലേലൂയ, നിങ്ങൾ ജെറുസലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, എന്നോട് കേട്ട ദൈവത്തിൻ്റെ ആത്മാവിനെ, ഇരട്ടി ശക്തിയെ നിങ്ങൾ പ്രാപിക്കണം. ഒന്നുകൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഈ അന്ത്യകാലത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്.
അന്ത്യകാലത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വെളിപ്പാട് പുസ്തകത്തിനകത്ത് പറഞ്ഞ പിശാച് അന്ത്യകാലത്ത് മൃഗത്തിനും ബീസ്റ്റിനും പ്രോഫറ്റ്സിനും ഫാൾസ് പ്രോഫറ്റ്സിനും എന്ത് ചെയ്യുക? അവൻ്റെ ശക്തിയെ പകർന്നു കൊടുക്കും. അവർ ഏറിയ അത്ഭുതങ്ങൾ ചെയ്യും. അവർ അനേകരെ ഡിസീവ് ചെയ്യും. വിശ്വാസികളെ അവൻ ചതിക്കും. അതാ ഈ കാലഘട്ടം വരാൻ പോകുന്നത്. അപ്പൊ ഈ ഇരട്ടി ശക്തി പിശാച് അവൻ്റെ കള്ളപ്രവാചകനും മൃഗത്തിനും കൊടുത്ത് അവർ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുമ്പോൾ ദൈവസഭയോട് ദൈവം പറഞ്ഞ ദൂതുണ്ട്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെയും പകരും. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളും പുത്രന്മാരും പുത്രിമാരും ഇവരും പ്രവചിക്കും. അല്ലെങ്കിൽ പിശാചിനെ വെല്ലുന്ന പ്രവചനങ്ങൾ, പിശാചിൻ്റെ ശക്തിയെ വെല്ലുന്ന ദൈവിക അടയാളങ്ങളും അത്ഭുതങ്ങളും എൻ്റെ ജനത്തിൻ്റെ മേൽ ഞാൻ പകരും. അവരും പ്രവചിക്കും. ഒന്നുകൂടി ഞാൻ പറയാം, ഈ പിശാചിൻ്റെ വഞ്ചനയെ ജയിക്കണമെങ്കിൽ എനിക്ക് ഈ ശക്തി പോരാ, എനിക്ക് ഇരട്ടി ശക്തി. അല്ല, ഈ അന്ത്യകാലത്തിലെ പേഴ്സിക്യൂഷനെ നിനക്ക് ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ, അതിനെ ജയിക്കണമെങ്കിൽ, ആ ഡിസീവ് ചെയ്യുന്നതിനെ നിനക്ക് തകർക്കണമെങ്കിൽ നിനക്ക് ഈ അഭിഷേകം പോരാ. അന്ത്യകാലത്തിൽ ഇരട്ടി അഭിഷേകം ചോദിക്കണം, ഇരട്ടി ശക്തി ചോദിച്ചോളണം. അല്ലെങ്കിൽ പീഡനത്തിൻ്റെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പിശാചിന്റെ തന്ത്രങ്ങളുടെ മുമ്പിൽ അവനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ഈ അഭിഷേകം പോരാ, ഈ കൃപ പോരാ, ഈ അനോയിന്റിംഗ് പോരാ. ചോദിക്കണം, കർത്താവേ, ദിനം പ്രതി യേശുവിനോട് ചോദിക്കണം, ഇരട്ടി ശക്തി, ഡബിൾ പോർഷൻ ഓഫ് സ്പിരിറ്റ്, ഫിൽ മീ വിത്ത് ഡബിൾ പോർഷൻ ഓഫ് സ്പിരിറ്റ്. ഹല്ലേലൂയ. എത്ര പേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും? എത്ര പേർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം നിസ്സാരമായി നമ്മൾ കാണരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനല്ലാതെ, ആ ശക്തിയാൽ അല്ലാതെ ഇതിനെ ജയിക്കാൻ നമുക്ക് കഴിയില്ല. ഇതിനെ അതിജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, അമേരിക്കയിൽ ഞങ്ങൾക്കൊരു വിഷയമില്ല. ഇല്ല. അല്ലെങ്കിൽ ഈ അന്ത്യകാലത്തിൻ്റെ മേൽ വഞ്ചനകളും കള്ളപ്രവചനങ്ങളും അല്ലെങ്കിൽ കള്ളദൂതുകളും പലതും ഈ ലോകത്തിൽ പെരുകുമ്പോൾ പറയാൻ, ഹല്ലേലൂയ, അതിനെ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിൽക്കാൻ കഴിയണമെങ്കിൽ എൻ്റെയും നിൻ്റെ അകത്ത് ഇരട്ടി അഭിഷേകം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് ചോദിക്കാമോ? എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ ചോദിക്കാമോ? കർത്താവേ, ഹല്ലേലൂയ, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരം പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ബലഹീനരായിരുന്നു, കുറവുകളുള്ളവരായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു, എൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. ഇനി നിങ്ങളെ ഭരിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങളല്ല ഇനി ഭരിക്കുന്നത്, നിങ്ങളെ ഉപയോഗിക്കുന്ന അഭിഷേകം, നമ്മെ ഉപയോഗിക്കുന്ന അഭിഷേകം. ഈ ആത്മീയ ജീവിതത്തിനകത്ത് എങ്ങനെയെങ്കിലും ഞരങ്ങി ജീവിച്ച് മുന്നേറുവാനല്ല, ജയാളിയായി ജീവിക്കുവാനുള്ള, അല്ലെങ്കിൽ അന്ധകാര മണ്ഡലങ്ങളെ പിടിച്ചെടുക്കുവാനുള്ള, പൈശാചിക സ്വാധീനങ്ങളെ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് പോരാടാനുള്ള, അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന ദുഷ്ടശക്തികളെ കീഴടക്കുവാനുള്ള അഭിഷേകത്തിൻ്റെ ഇരട്ടി ശക്തി പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ ഇടണമേ എന്ന് എത്ര പേർ കർത്താവിനോട് ചോദിക്കും? ഇത് പോരെ കർത്താവേ, ഐ നീഡ് ഡബിൾ പോർഷൻ ഓഫ് സ്പിരിറ്റ്, ഡബിൾ പോർഷൻ ഓഫ് സ്പിരിറ്റ്. എന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്നവൻ്റെ ശക്തി, ഹല്ലേലൂയ, ക്രിസ്തുവിനും വ്യാപരിച്ച് അത് സഭയുടെ മേൽ പകർന്ന ഇരട്ടി അഭിഷേകത്തിൻ്റെ ശക്തി എൻ്റെ മേലും പകരണമേ. ഓ യെസ് ലോർഡ്, ഹല്ലേലൂയ, യെസ് ലോർഡ്, ഹല്ലേലൂയ. അന്യഭാഷകളുള്ളവർ അന്യഭാഷകളിൽ അല്പസമയം കരങ്ങൾ ചേർത്തടിച്ച് നല്ല കർത്താവിനെ ശക്തിയോടെ ആത്മനിറവിൽ, കർത്താവേ, എന്നെ ഒന്ന് നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ. എൻ്റെ ജീവിതത്തിന്, എൻ്റെ ഭവനത്തിൽ ഈ അഭിഷേകം പോരാ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് പോരാ, എൻ്റെ സഭയിൽ ഇത് പോരാ, എൻ്റെ ആത്മീയ ജീവിതത്തിന് ഈ ശക്തി പോരാ. ഐ നീഡ് എ ഡബിൾ പോർഷൻ ഓഫ് സ്പിരിറ്റ്. Fill me Lord, fill me Lord, fill me Lord. ഹല്ലേലൂയ. എത്ര പേർ ദാഹത്തോടെ ഇന്ന് പകലിൽ ദൈവത്തോട് ചോദിക്കും, ഹല്ലേലൂയ, ഉപയോഗിക്കണമേ എന്നെ കർത്താവേ, നിന്റെ നാമത്തിന് വേണ്ടി. ഹല്ലേലൂയ. സാധാരണ ക്രിസ്തീയ ജീവിതം നയിക്കുവാനല്ല, അന്ധകാര മണ്ഡലങ്ങളെ പിടിച്ചടക്കുന്ന അഭിഷേകത്തോടെ ജീവിപ്പാൻ, പൈശാചിക ശക്തികളെ ഉടച്ചു കളയുന്ന, അവൻ്റെ വഞ്ചനകളെ പൊട്ടിക്കുന്ന അഭിഷേകത്തോടെ മുന്നേറുവാൻ, ഉയർപ്പിൻ്റെ അഭിഷേകത്തോടെ മുന്നേറുവാൻ, റിസറക്ഷൻ പവറിൻ്റെ അല്ലെങ്കിൽ ആ ശക്തിയിൽ മുന്നേറുവാൻ.
ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാ. ചോദിച്ചാട്ട് കർത്താവിനോട്, കർത്താവേ എന്നെ അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി, അങ്ങയുടെ അഭിഷേകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കണം. കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ, കർത്താവേ എന്നെ ഉപയോഗിക്കണം, ആ ഉണർവിനായി എന്നെ ഉപയോഗിക്കണം. ഈ അന്ത്യകാലത്തിന്റെ പൈശാചിക മണ്ഡലങ്ങളോട് പോരാടി ജയിക്കുവാനുള്ള അഭിഷേകത്തിനായി പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കണം. പിതാവേ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ ഈ സഭയെ അതിനായി ഉപയോഗിക്കണം. ഈ ദേശത്തിന്റെ ഉണർവിനായി, ഈ ദേശത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാനായി, പൈശാചിക സ്വാധീനങ്ങളെ പൊട്ടിക്കുന്ന സഭയായി കർത്താവ് ദേശത്തെ പിടിക്കുന്ന അഭിഷേകത്തോടെ, ഇരട്ടി അഭിഷേകത്തോടെ ഈ ദേശത്തിന്റെ ഉണർവിന് വേണ്ടി ഈ സഭയെ ഉപയോഗിക്കണമേ. അങ്ങയുടെ അഭിഷിക്തനെ ഉപയോഗിക്കണമേ. കർത്താവിന്റെ കുടുംബമായി അവരെ ഉപയോഗിക്കണമേ. അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇതിന് വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ സ്വാധീനങ്ങൾ, തന്ത്രങ്ങൾ പൊട്ടിപ്പോകട്ടെ. ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഇരട്ടി സാന്നിധ്യത്തെ പകരണമേ. കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ, തലമുറകളുടെ മേൽ പകരണമേ. അവർ പ്രവചിക്കുന്ന അങ്ങനൊരു വിശ്വാസത്താൽ പോരാടുന്ന കുഞ്ഞുങ്ങളാക്കി പരിശുദ്ധാത്മാവ് മാറ്റണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.